പിന്നീട് ഒരു സ്ത്രീക്ക് പുറത്തേക്ക് പോകുമ്പോൾ ഡിയോഡറൻറ്റ് ഉപയോഗിക്കാമോ എന്നാണ് ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഏതൊരു സ്ത്രീ അവൾ സുഗന്ധം ഉപയോഗിച്ചിട്ടാണ് പുറത്തേക്ക് പുരുഷന്മാരുടെ അരികിലേക്ക് നടന്നു പോകുന്നതെങ്കിൽ അവൾ വ്യഭിചാരിണിയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഏത് നിലക്കെന്ന് പറഞ്ഞാൽ അത് വ്യഭിചാരത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു കാര്യമാണ്. സ്ത്രീകൾ ഭംഗിയുള്ള വസ്ത്രം ധരിച്ച് ആളുകൾ പ്രദർശന വസ്തുവായി തീരുക, അതേപോലെ ആളുകളെ ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യുന്ന രൂപത്തിലുള്ള സുഗന്ധങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പുറത്തേക്ക് മണം വരുന്ന ഒന്നും അവൾ എന്ത് ചെയ്യാൻ പാടില്ല, അവൾ അന്യപുരുഷന്മാരുടെ ഇടയിലേക്ക് പോകുമ്പോൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പുറത്ത് കല്യാണത്തിനാകട്ടെ മറ്റ് സദസ്സുകളിലേക്കാകട്ടെ അന്യപുരുഷന്മാരുടെ ഇടയിലേക്ക് പോകുമ്പോൾ പുറത്തേക്ക് മണം വരുന്ന ഒന്നും ഉപയോഗിക്കരുത്. ഈ പറയുന്ന ഡിയോഡറൻറ്റിൻ്റെ കാര്യം എനിക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റൂല. കാരണം ഡിയോഡറൻറ്റ് നല്ല മണം വരുന്നതുണ്ടാകാം, വരാത്തതുണ്ടാകാം, നമുക്കറിയാം. നമ്മൾ ഈ വിഷയം നോക്കണം. മണം പുറത്തേക്ക് വരരുത്. അല്ലാതെ ഏത് ഇന്ന കമ്പനി ഉപയോഗിക്കാൻ പറ്റും, ഇന്ന പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പറ്റും എന്ന ചോദ്യത്തിലൊന്നും പ്രസക്തിയില്ല. മണം പുറത്തേക്ക് എത്തരുത്, അത് ശ്രദ്ധിക്കണം. നല്ല പേടി തന്നെ ശ്രദ്ധിക്കണം. കാരണം ഹദീസിൽ വളരെ ഗൗരവത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതും പറഞ്ഞിട്ടുണ്ട്, ഏതൊരു സ്ത്രീ സുഗന്ധം പൂശിയിട്ടുണ്ടെങ്കിൽ മസ്ജിദിലേക്ക് വരരുത് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. മസ്ജിദിലേക്ക് നിസ്കരിക്കാൻ പോലും വരരുത്. കുളിച്ച് ജനാബത്ത് കുളിക്കുന്നവരെ പൂർണ്ണമായി കുളിച്ച് ഒഴിവാക്കിയിട്ട് മസ്ജിദിലേക്ക് വരാൻ പാടുള്ളൂ എന്നാണ്. അപ്പോൾ പിന്നെ ബാക്കിയുള്ള കാര്യം പറയേണ്ടതില്ല. തെമ്മാടികളും ആ രൂപത്തിലുള്ള പല വൃത്തികെട്ടവന്മാരും ഒക്കെ ഉള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന സമയത്ത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല.